നമസ്കാരം. നമ്മൾ വിചാരിക്കുന്നത് ഒരു വീട് പണിയാൻ തുടങ്ങുന്നത് അത് ആ ഒരു പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബിൽഡറിനെ സെലക്ട് ചെയ്യുമ്പോഴാണ്. ശരിക്കും അതല്ല. നമ്മൾ നമ്മൾ പോലും അറിയാതെ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. എങ്ങനെ ഒരു വീട് പണിയാമെന്ന്. ഇന്ന് ഈ കേരളത്തിൽ ഒരു വീട് പണിയാൻ പലവിധ മോഡലുകളുണ്ട്. ആ മോഡലുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഒരു വീട് പണിയാൻ നമുക്ക് എത്ര വഴികളുണ്ട്? അല്ലെങ്കിൽ എത്ര മോഡലുകൾ? അതൊന്ന് ലിസ്റ്റാക്കി അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? തീർച്ചയായും. കേരളത്തിൽ ഇന്ന് വീട് പണിയാനായിട്ട് പ്രധാനമായും ഒരു 4 5 മോഡലുകളാണുള്ളത്. അതിൽ തുടക്കത്തിൽ ഏറ്റവും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന മോഡൽ എന്നുള്ളത് വെച്ച് പറഞ്ഞു തുടങ്ങാം. ആദ്യത്തേത് ഒരു ഒരു ക്ലയന്റ് ഡയറക്റ്റ് വീട് പണിയുകയാണ്. അത് ഏറ്റവും റിസ്കി ആയിട്ടുള്ളൊരു മോഡലാണ്. പക്ഷേ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലേബറിൻ്റെ മാനേജ്മെൻറ്റും മെറ്റീരിയലിൻ്റെ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ആ വീട് പണിയാനും വേണ്ട ടെക്നിക്കൽ നോളജും എല്ലാം ഡയറക്റ്റ് കണ്ടുപിടിച്ച് കസ്റ്റമർ ചെയ്യുന്നു. അതാണ് ആ ഫസ്റ്റ് മോഡൽ വരുന്നത്. രണ്ടാമത് വരുന്ന മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേബർ കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഒരു ലേബർ പ്ലസ് മെറ്റീരിയൽ കോൺട്രാക്റ്റോ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പണിയേണ്ടത് എന്ന് ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ച് അതിനെ ഒരു കോൺട്രാക്റ്റ് ആക്കി ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. മൂന്നാമത്തേത് ഒരു ആർക്കിടെക്റ്റ് ലെഡ് ആയിട്ടുള്ള മോഡലാണ്. അതിനകത്ത് എന്താണ് പണിയേണ്ടത് എന്നുള്ളതിൻ്റെ ഡിസൈൻ അത് പൂർണ്ണമായിട്ടും ആർക്കിടെക്റ്റ് സോൾവ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ഈ ആർക്കിടെക്റ്റ് എന്താണോ ഡിസൈൻ ചെയ്ത് പണിയാൻ പറയുന്നത് അത് ഡയറക്റ്റ് ഒരു ലേബർ കോൺട്രാക്ടറോ അല്ലെങ്കിൽ ലേബർ പ്ലസ് മെറ്റീരിയൽ കോൺട്രാക്റ്റ് വഴിയോ അവിടെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നാലാമത് വരുന്നത് ആർക്കിടെക്റ്റും ഉണ്ട്, ലേബർ കോൺട്രാക്റ്റും ഉണ്ട്. പക്ഷെ അതിൻ്റെ മുകളിലൊരു പ്രൊജക്ട് മാനേജ്മെൻറ്റും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അതിന് PMC എന്നാണ് പറയുക, പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി. അപ്പോൾ എന്താണ് പണിയേണ്ടതെന്നുള്ളത് ആർക്കിടെക്ട് തീരുമാനിക്കുന്നു. അതിന് ഇത്ര സമയത്തിനുള്ളിൽ പണിയണം, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ത്രൂ ആയിരിക്കും ഒരു ക്ലയൻറ്റ് നോക്കുന്നുണ്ടാവുക. അത് ഒരു കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക. ഇതാണ് നാലാമത്തെ മോഡൽ വരുന്നത്. അഞ്ചാമത്തേത് ഇപ്പോൾ നമ്മൾ VA ചെയ്യുന്ന പ്രൊജക്ട് പാർട്ണർഷിപ്പ് മോഡലാണ്. അതിനകത്തൊരു ക്ലയൻറ്റിന് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് VA ഇൻവോൾവ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊജക്ട് പാർട്ണർ ഇൻവോൾവ് ആയിരിക്കും. എന്നിട്ട് എന്താണോ വീട് പണിയാൻ വേണ്ടത് അതിന് ഈ പറഞ്ഞ ആർക്കിടെക്റ്റും അതേപോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെൻറ്റ് PMCയും കോൺട്രാക്ടറും എല്ലാത്തിനെയും ഒരുമിച്ച് അവിടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും ആ വീട് പണി അവിടെ നടക്കുന്നത്. അപ്പം ഇപ്പം പറഞ്ഞല്ലോ ഒരു 5 മോഡലുകൾ. അതിലത്തെ ആദ്യത്തെ ഒരു 4 മോഡലുകൾ എല്ലാവരും ഫെമിലറൈസ്ഡ് ആയിരിക്കും. മീൻസ് പുതിയതായിട്ടൊരു പറഞ്ഞൊരു മോഡലാ പ്രോജക്റ്റ് പാർട്ണർഷിപ്പ്. ഈ 5 മോഡലുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? ആഹ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മോഡലിലും എന്ത് ഉത്തരവാദിത്തം ആരിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അത് ഓരോ മോഡൽ വെച്ച് സംസാരിക്കാം. നമുക്കിപ്പോൾ ആദ്യം പറഞ്ഞ ഒരു ക്ലയൻറ്റ് ഡയറക്റ്റ് വീട് പണിയുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞ ടെക്നിക്കൽ നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളതും അതിനകത്തുള്ള സ്കോപ്പ് മനസ്സിലാക്കുക എന്നുള്ളതും അതിൻ്റെ ഡിസൈനിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ മെറ്റീരിയലിൻ്റെ മാനേജ്മെൻറ്റ് ഉത്തരവാദിത്വവും ഏത് ക്വാളിറ്റിയിൽ എപ്പോൾ തീർക്കുമെന്ന് അല്ലെങ്കിൽ ഏത് സമയത്തിനുള്ള വീട് തീർക്കണം. അപ്പോൾ ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ഉത്തരവാദിത്വവും അതിനകത്ത് വരുന്നത് കസ്റ്റമറുടെ അടുത്താണ്. അതാണ് ഫസ്റ്റ് മോഡലുള്ള അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ എന്നുള്ളതല്ല, ഉത്തരവാദിത്വം മുഴുവനായിട്ടും വരുന്നത് കസ്റ്റമർക്കാണ്. രണ്ടാമത്തേത് ഒരു ലേബർ കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു ലേബർ പ്ലസ് മെറ്റീരിയൽ കോൺട്രാക്ട് വരുന്ന സമയത്ത് എന്താണ് പണിയേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചുറപ്പിച്ചാണ് ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കുന്നത്. പലപ്പോഴും അങ്ങനെയല്ല അസ്യൂം ചെയ്യുന്നത് വീട് പണിയാനായിട്ടൊരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്ടർ എല്ലാം ചെയ്തോളും എന്നാണ്. പക്ഷെ അത് ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്നുള്ള എക്സ്പെക്റ്റേഷൻ്റെ തെറ്റുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ എന്താണോ പണിയണമെന്ന് നമ്മളൊരു കോൺട്രാക്റ്റിൽ എഴുതി നമ്മളൊരു കോൺട്രാക്ടർക്ക് കൊടുക്കുന്നത് അത് അവിടെ ഒരു വീട്ടിൽ അത് എക്സിക്യൂട്ടഡ് ആകുക അല്ലെങ്കിൽ അതവിടെ പണിയുക എന്നുള്ളതിനപ്പുറം ഒരു ഉത്തരവാദിത്വം കോൺട്രാക്ടറിൽ വരുന്നില്ല. അപ്പോൾ അവിടെ എന്ത് പണിയണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് കോൺട്രാക്ടർ അല്ല, ഈ രണ്ടാമത്തെ മോഡൽ ക്ലയൻറ്റ് തന്നെയാണ്. അപ്പോൾ ക്ലയൻറ്റ് എത്രത്തോളം ഡീപ്പായിട്ട് അതിനെ പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ എത്രത്തോളം ഡീറ്റെയിലിങ്ങിൽ ആ സ്കോപ്പിങ് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ചായിരിക്കും കോൺട്രാക്ടർക്ക് അത്ര ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റുക. അതുകൂടാണ്ട് ആ ഒരു ലേബർ പ്ലസ് മെറ്റീരിയലാണ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ സൈറ്റിലെത്തുന്ന മെറ്റീരിയലിൻ്റെ മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തം കൂടി കോൺട്രാക്റ്റിൽ വരുന്നുണ്ട്.
ഇതിനൊന്നും ഡിസൈൻ വരുന്നില്ല. അതുകൊണ്ട് ഡിസൈൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും നിൽക്കുന്നത് കസ്റ്റമറുടെ അടുത്ത് തന്നെ, ക്ലയൻറ്റ് അടുത്ത് തന്നെയാണ്. മൂന്നാമത് ആർക്കിടെക്റ്റ് ലെഡ് ആയിട്ടുള്ള മോഡലിൽ എന്താണ് കസ്റ്റമർക്ക് വേണ്ടത് ഡിസൈൻ പ്രകാരം എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ആദ്യമേ തന്നെ അതിനെ ഡിസൈൻ നമ്മൾ ഫിക്സ് ചെയ്ത് അതിന് മുകളിലാണ് നമ്മൾ സ്കോപ്പ് ഫൈനലൈസേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്ത് എന്ത് വേണമെന്നുള്ളത് അവിടെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം ആർക്കിടെക്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും സ്കോപ്പ് എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം ആർക്കിടെക്റ്റ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആരും എടുത്തിട്ടില്ല. കാരണം അത് ആർക്കിടെക്റ്റിൻ്റെ ഒരു പ്രൈമറി ജോബല്ല. അത് ഒരു ലേബർ കോൺട്രാക്ടറുടെ അടുത്ത് നമ്മൾ ആ ഡിസൈൻ കൊടുത്തിട്ട് ലേബർ കോൺട്രാക്ടർ അതിനകത്ത് പറയുകയാണ് ഇത്രയും ജോലികളാണ് അതിനകത്ത് വരുന്നത്. അപ്പോഴും ലേബർ കോൺട്രാക്ടർ എന്താണ് അതിൻ്റെ സ്കോപ്പ് എന്ന് ഫൈനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തോരമാണ് മനസ്സിലാവുന്നത്, അതാണ് അതിൻ്റെ സ്കോപ്പായിട്ട് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ കോൺട്രാക്ടറിൻ്റെ സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ്. സ്കോപ്പ് ഡീറ്റെയിൽ ചെയ്യുക എന്നുള്ളത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. അത് നമ്മളൊരു കോൺട്രാക്ടറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ശരിക്കും തെറ്റാണ്. അപ്പോൾ അവിടെ ഡിസൈനിന് അവിടെ ഒരു ഓണറുണ്ട്, അവിടെ വീട് പണിയാനായിട്ടൊരു ഓണറുണ്ട്. സ്റ്റിൽ അവിടെ സ്കോപ്പിന് ഓണർ ഇല്ല. അവിടെ എപ്പോൾ എന്ത് തീർക്കണം എന്നുള്ളതോ വർക്ക് ഫ്ലോ, ഇപ്പോൾ ലേബർ കോൺട്രാക്ടറോ മെറ്റീരിയൽ കോൺട്രാക്ടറോ ആവുന്ന സമയത്ത് ഒരു സ്കിൽ സെറ്റ് ഉള്ളപ്പോൾ സിവിലിൻ്റെ സ്കിൽ സെറ്റുള്ള ആൾക്ക് ഇലക്ട്രിക്കലോ പ്ലംബിങ്ങോ ചെയ്യാൻ പറ്റില്ല, പെയിൻറ്റിങ് ചെയ്യാൻ പറ്റില്ല, ടൈലിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൾട്ടിപ്പിൾ സ്കിൽ സെറ്റുള്ള ആൾക്കാരെ കൊണ്ട് ഈ വർക്ക് ഫ്ലോ മാനേജ് ചെയ്ത് വീട് പണിതെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം സ്റ്റിൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. നാലാമത് പറഞ്ഞ PMC ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മോഡലിൽ അവിടെ എന്താണ് വേണ്ടതെന്നുള്ളത് ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്റ്റാണ്. അതിനുശേഷം എന്ത് പണിയണം എന്നുള്ളത് അവിടെ ഫിക്സ് ചെയ്തിട്ടില്ല. എന്ത് പണിയണം എന്നുള്ളത് ക്ലയൻറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം അത് ഒരു PMC ത്രൂ എപ്പോൾ പണിത് എത്തിക്കണം എന്നുള്ളതാണ് PMC ചെയ്ത് അപ്പുറത്തെത്തുന്നത്. അപ്പോൾ ഡിസൈനിന് അവിടെ ഒരു ഓണറുണ്ട്. എത്ര നാളിൽ എങ്ങനെ വർക്ക് നീക്കണം, വർക്ക് ഫ്ലോ എന്തായിരിക്കണം എന്നുള്ളത് നോക്കാൻ ഒരു ഓണറുണ്ട്. അതേപോലെ തന്നെ വർക്ക് നീക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ സ്കിൽഡ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഓണറുണ്ട്. അപ്പോഴും സ്കോപ്പ് പുറത്താണ്, കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ് പുറത്താണ്. എന്താണ് കസ്റ്റമറിന് വേണ്ടതെന്നുള്ളതിൻ്റെ ഡിസ്കഷൻസ് എല്ലാം പുറത്താണ്. ഡിസൈൻ അവിടെ ഫിക്സ്. ഈ നാലാമത്തെ മോഡലാണ് ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മോഡൽ ഇപ്പോൾ പറഞ്ഞതിനകത്ത്. കാരണം വൺസ് അവിടെ കസ്റ്റമർ ഡിസിഷൻസ് എടുത്തതിന് ശേഷം എന്താണ് പ്രോജക്റ്റ് വൈസ് മുമ്പോട്ട് എടുക്കേണ്ടത് എന്നുള്ളതിന് ഓണർഷിപ്പ് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോജക്റ്റ് പാർട്ണർഷിപ്പ് മോഡലിൽ നമ്മൾ എന്താണ് ഫിക്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പണിയേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആ തീരുമാനങ്ങളിൽ വരെ ഒരു പ്രോജക്റ്റ് പാർട്ണർ ഇൻവോൾവ് ആണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ ടെക്നിക്കൽ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് വീടിന് വേണ്ടത്, എന്താണ് കസ്റ്റമറുടെ ബഡ്ജറ്റ്, ഇതെല്ലാം മനസ്സിലാക്കി ഇതിനെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്തായിരിക്കും കസ്റ്റമറിന് റൈറ്റ് ചോയ്സ് എന്നുള്ളത് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു ക്ലയൻറ്റിനെ നമ്മൾ പ്രാപ്തനാക്കുകയാണ്. അവിടുന്നാണ് അങ്ങനെ പല തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമാണ് നമ്മളൊരു ഇതാണ് എനിക്ക് പണിയേണ്ടത് എന്നുള്ളിടത്ത് എത്തുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറോ എല്ലാം അവിടെ ഇൻവോൾവ് ആണ്. അപ്പോൾ ഇനീഷ്യലി മുതൽ ഒരു തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കസ്റ്റമറിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് അത് ബഡ്ജറ്റ് ഓവർഷൂട്ട് ചെയ്യുന്നില്ല, എപ്പോൾ എന്ത് തീരുമാനം എടുക്കണം, എപ്പോൾ എന്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഒരു വർക്ക് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ എന്തിപ്പോൾ സംഭവിക്കും, ഇതുപോലെ കസ്റ്റമറിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫുൾ നോളജ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ കസ്റ്റമറിനെ കൊണ്ട് എടുപ്പിച്ച് ഈ മുമ്പോട്ടുള്ള ജേർണിയിൽ കസ്റ്റമർ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റി കൊടുത്ത് ആണ് മുമ്പോട്ട് എടുക്കുന്നത്. ഇതാണ് പ്രൊജക്ട് പാർട്ണർഷിപ്പ് മോഡലിന് ബാക്കി മോഡലിലായിട്ടുള്ള ഡിഫറൻസ്. മറ്റേതെല്ലാത്തിലും കസ്റ്റമർ ഒരു പോയിന്റിൽ ഡിസിഷൻസ് കസ്റ്റമർ എടുത്തതിന് ശേഷം ആണ് അവിടുത്തെ ആക്ഷൻസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇപ്പം പറഞ്ഞല്ലോ മറ്റേ കസ്റ്റമറിൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ കാര്യം. അപ്പം ഈ പ്രോജക്റ്റ് പാർട്ട്ണർഷിപ്പ് മോഡൽ കൊണ്ടുവരുമ്പോൾ ഈ കസ്റ്റമറിന് ബാക്കി 4 മോഡലുകൾ ഉള്ള ഒരു ഉത്തരവാദിത്തം ആ ഒരു സ്റ്റേജ് ഇവിടെ വരുമോ, അതോ ഇവിടെ അത് മാറുമോ? ടു ബി ഓണസ്റ്റ്, നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ഒരു സൈറ്റിലേക്ക് വരുമ്പോൾ ഉള്ള ഉത്തരവാദിത്തം കസ്റ്റമറിൻ്റെ മുകളിൽ വരാനുള്ള ഏറ്റവും പ്രധാന കാരണം തുടക്കത്തിൽ മുതൽ കസ്റ്റമറാണ് എല്ലാ തീരുമാനങ്ങളും എടുത്ത് പോരുന്നത്, അതും എഡ്യൂക്കേറ്റഡ് അല്ലാതെ. നമ്മളുടെ പ്രൊജക്ട് പാർട്ണർഷിപ്പ് മോഡലിനുള്ള നമ്മൾ മാറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന്
പ്രൊജക്ട് പാർട്ട്ണറാണ് ആ പേരിൽ പറയുന്ന പോലെ തന്നെ. അപ്പോൾ കസ്റ്റമർ ഒരു വീട് പണിയാൻ തീരുമാനിക്കുന്ന ആ മൊമെന്റിൽ ഒരു പ്രൊജക്ട് പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മളെയാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ മുതൽ കസ്റ്റമറിന് ആ ഉത്തരവാദിത്വം നമ്മളോട് നിർവഹിച്ചെടുക്കാം. അപ്പോൾ എന്ത് തരം ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് തരം ഡൗട്ട്സ് ആണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ് കസ്റ്റമറിന് കൊടുത്ത് കസ്റ്റമറിന് എന്താണോ വേണ്ടതെന്ന് മനസ്സിലാക്കി അതിന് പറ്റിയ ആർക്കിടെക്ട്സോ അല്ലെങ്കിൽ അതിന് പറ്റിയ കോൺട്രാക്ടേഴ്സോ അതിന് പറ്റിയ PMCയോ, അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂസീവ് ആയിട്ടാണ് നമ്മൾ ആ മോഡൽ മുമ്പോട്ട് എടുക്കുന്നത്. അപ്പോൾ ഉത്തരവാദിത്വം ആദ്യം മുതലേ എന്ത് വേണം എന്നുള്ളത് കസ്റ്റമർ ചിലപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജിന് തീരുമാനിച്ച് ഒരു ലെവലിൽ എത്തുന്നതിന് പകരം എല്ലാം കറക്റ്റായി മനസ്സിലാക്കി എടുക്കുന്ന ഒരു മോഡലായതുകൊണ്ട് ഓണർഷിപ്പ് പ്രൊജക്ട് പാർട്ട്ണറിനാണ് വരുന്നത്. പ്രൊജക്ട് പാർട്ട്ണർ കസ്റ്റമറിനെ ഡിസിഷൻ എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിനാൽ വൺസ് ആ ഡിസിഷൻസ് മേക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നെക്സ്റ്റ് ആക്ഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൽ അടുത്ത ലെവൽ ഓഫ് സ്റ്റെപ്പ് ആക്ഷൻ എടുത്ത് ആരെയൊക്കെയാണോ ആ പ്രൊജക്റ്റിനുള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് അത് കൊണ്ടുവന്ന് പ്രൊജക്റ്റ് മുമ്പോട്ട് എടുക്കുന്ന ഉത്തരവാദിത്വം പ്രൊജക്ട് പാർട്ട്ണർക്കാണുള്ളത്. അപ്പം ഇപ്പോൾ നമ്മൾ 5 മോഡലുകൾ കറൻ്റ്ലി ഇപ്പോൾ ഉള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം അതിൻ്റെ ഒരു ഗുണവും ദോഷവും കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിനൊരു പ്രോപ്പർ ക്ലാരിറ്റി ഇപ്പം നമുക്കുണ്ട്. ഫ്രം ഡയറക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രോജക്റ്റ് പാർട്ട്ണർഷിപ്പ് മോഡൽ എന്താണെന്നും. അപ്പം ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്കൽ കോൺട്രാക്ടേഴ്സിനെ വെച്ച് ചെയ്യിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആർക്കിടെക്ട് ലെഡ് മോഡൽ രീതി പോകുവാണെങ്കിൽ അവിടെ ശരിക്കുള്ള ഒരു ട്രാപ്പ് എന്തായിരിക്കും? ലോക്കൽ കോൺട്രാക്ടേഴ്സ് വഴി മാത്രം ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള സ്കോപ്പ് ലിമിറ്റേഷൻസ് ഉണ്ട്. ബിക്കോസ് സ്കോപ്പ് എന്താണോ ഇൻ റൈറ്റിംഗ് ഉള്ളത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും ഒരു കോൺട്രാക്ടർ എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളുടെ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റ് കോൺട്രാക്ടറിൻ്റെ അടുത്ത് നിന്ന് ആ സ്കോപ്പിൻ്റെ ക്ലാരിറ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഈ അങ്ങനത്തെ കോൺട്രാക്ടർ സ്കോപ്പ് എന്ന് എഴുതുന്നതിനകത്ത് എന്താണോ ഇപ്പോൾ സിവിൽ കോൺട്രാക്ട് ആണെങ്കിൽ അതിനകത്ത് ഡെഫിനറ്റ് ആയിട്ട് ഉള്ള ജോലികളുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഫൗണ്ടേഷൻ ചെയ്യുന്നതിന് ഇത്ര, അതേപോലെ തന്നെ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നതിന് ഇത്ര, ലിൻഡൽ വാർക്കുന്നതിന് എത്ര, മെയിൻ സ്ലാബ് വാർക്കുന്നതിന് എത്ര, ഉള്ളും പുറവും തേക്കുന്നതിന് എത്ര, ഇത്രയും മാത്രമായിരിക്കും ചിലപ്പോൾ അവരുടെ സ്കോപ്പ് ഉള്ളൂ. ഇതിനെ സ്കോപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല. സ്കോപ്പ് എന്നുള്ളതിനകത്ത് നമുക്ക് എന്ത് ഹൈറ്റിൽ ചെയ്യണം, എന്ത് ആഴത്തിൽ ചെയ്യണം, അതിനെന്ത് വ്യാപ്തി ചെയ്യണം, ഇങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിലിംഗ് വരേണ്ടതുണ്ട്. അതിനകത്ത് ഓരോ വർക്കും എപ്പോൾ ചെയ്യണം എന്നുള്ളതുണ്ട്, എന്ത് മിക്സ് റേഷ്യോയിൽ ചെയ്യണം എന്നുള്ളതുണ്ട്. ഈ സാധനങ്ങൾ ഒന്നും മിക്കപ്പോഴും ഒരു കോൺട്രാക്ടർ പറയാറില്ല. പക്ഷെ കസ്റ്റമറിന് ചിലപ്പോഴൊക്കെയെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വർക്ക് മുമ്പോട്ട് നീങ്ങുമായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചോദ്യം ചെയ്യാനായിട്ടുള്ള ക്ലാരിറ്റി ക്ലയൻറ്റിനും ഉണ്ടാവില്ല, കോൺട്രാക്ടറിനും ഉണ്ടാവില്ല. കാരണം കോൺട്രാക്ടർ പറയുന്നത് ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യും. ക്ലയൻറ്റിന് എനിക്ക് ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടത്, എനിക്ക് വേറെ രീതിയിലായിരുന്നു വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അതിന് റൈറ്റിംഗ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോപ്പിലെ ക്ലാരിറ്റി കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ്. കൂടാതെ ഇതിനകത്തിപ്പോൾ ഒരു തരം സ്കിൽ ലേബർ അല്ല വേണ്ടത്. സിവിലിന് ഒരാളാണ് വേണ്ടി വരിക, ടെയിലിങ്ങിന് വേറെ ആൾ വേണ്ടി വരും, ടൈലിങ്ങിന് വേറെ ആൾ വേണ്ടി വരും, ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിന് വേറെ ആൾ വേണ്ടി വരും. അപ്പോൾ ഇത്രയും തരം സ്കിൽഡ് ലേബേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്ത് ഇതേ പ്രശ്നം ഒരു ക്ലയൻറ്റ് ഫേസ് ചെയ്യും. അതിനകത്ത് ഓരോന്നിനും എന്ത് ലെവൽ ഓഫ് ഡീറ്റെയിലിംഗ് കൊണ്ടുവരണം എന്നുള്ളതിന് ക്ലയൻറ്റിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഒരു കോൺട്രാക്ടർ ഡയറക്റ്റ് എടുക്കുന്ന ഒരു പ്രോജക്റ്റിലുള്ള ഏറ്റവും വലിയ ലിമിറ്റേഷൻ ഇതാണ്. രണ്ടാമത്തെ, ഒരു ആർക്കിടെക്ട് ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ അതിനകത്ത് സോൾഡ് ആണ്. എന്ത് പണിയണം എന്നുള്ളത് അത് ആർക്കിടെക്റ്റോടെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ആർക്കിടെക്റ്റിന് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി ചെയ്യേണ്ട ഉത്തരവാദിത്വം അവിടെ ഒന്നില്ലെങ്കിൽ അപ്പോൾ അവിടെ ക്ലയൻറ്റിനോ അല്ലെങ്കിൽ കോൺട്രാക്ടറിനോ വരുന്നുണ്ട്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്ങനെ പണിയണം എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് സംസാരിച്ചത്. ഇപ്പോഴാണെങ്കിൽ എന്ത് പണിയണം എന്നുള്ളതിൻ്റെ ഡിസൈൻ അവിടെ ഉണ്ട്, അതെങ്ങനെ പണിയണം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആർക്കിടെക്റ്റിന് എന്ത് വേണം എന്നുള്ളതിൻ്റെയും അതേപോലെ തന്നെ അതെങ്ങനെ പണിയണം എന്നുള്ളതിൻ്റെയും ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് അവിടെ ഫിൽഡ് അല്ല. അപ്പോൾ നല്ലൊരു ഡിസൈൻ ഉണ്ടായി എന്നുള്ളത് കൊണ്ട്
അവിടെ നല്ലൊരു വർക്ക് നടക്കണമെന്നില്ല. ആ വർക്ക് നടക്കണമെങ്കിൽ ആർക്കിടെക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ കോൺട്രാക്ടർക്ക് പറ്റണം. അ ആ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ വരുന്നത് കൊണ്ടാണ് ആർക്കിടെക്റ്റഡ് മോഡലിൽ ഒരു ഡിസൈൻ ഉണ്ടായിട്ട് പോലും പലപ്പോഴും വീണ്ടും ഒരു എസ്കലേഷൻസിലേക്കോ അല്ലെങ്കിൽ വർക്ക് ഡിലേയിലേക്കോ പോകുന്നതിൻ്റെ കാരണം. അപ്പം ഇപ്പം നിങ്ങൾ പറഞ്ഞത് വെച്ച് കുറേ യൂസ് കേസസ് ഉണ്ട്. അപ്പം ഇന്ന് ഈ മാർക്കറ്റിൽ ഇപ്പം സ്കോപ്പ് പുറത്തു പോകുന്നു. ആർക്കിടെക്റ്റും കോൺട്രാക്ടറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഈ യൂസ് കേസസ് സോൾവ് ചെയ്തിട്ടല്ലേ PMC എന്നൊരു മോഡൽ ഇന്ന് മാർക്കറ്റിൽ വന്നത്. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മീൻസ് അതിൻ്റെ അപ്പം അതും പ്രോജക്റ്റ് പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ള ഒരു കോർ ഡിഫറൻസ് ആണല്ലോ. മീൻസ് PMCയിൽ എന്തെങ്കിലും ഒരു ട്രാപ്പ് അല്ലെങ്കിൽ ഒരു യൂസ് കേസ് സോൾവ് ചെയ്തിട്ടായിരിക്കുമല്ലോ പ്രോജക്റ്റ് പാർട്ട്ണർഷിപ്പ് വന്നത്. അപ്പം അതെന്താണ്? PMC എന്ന് പറയുന്നതിനകത്ത് മെയിൻലി ഈ പറഞ്ഞ ഡിസൈൻ ഫൈനലൈസ് ചെയ്തതിന് ശേഷം ആയിരിക്കും PMC പിക്ചറിലേക്ക് വരുന്നത്. പിക്ചറിലേക്ക് വന്നതിന് ശേഷം മെയിൻലി PMC ചെയ്യുന്നത് എക്സിക്യൂഷൻ നടക്കുന്ന അല്ലെങ്കിൽ എക്സിക്യൂഷൻ പാർട്ടാണ് PMC സോൾവ് ചെയ്യുന്നത്. അവിടെ ഒരു ഡിസൈൻ ഉണ്ട്, അവിടെ ഒരു കോൺട്രാക്ടർ ഉണ്ട്, അവിടെ PMC ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 65% ഓഫ് ദ പ്രോജക്റ്റിൻ്റെ ഉത്തരവാദിത്തം അവിടെ ഷെയർഡ് ആയിട്ട് ആൾക്കാരിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എക്സിക്യൂഷൻ്റെ സമയത്തുള്ള മാനേജ്മെൻ്റ് ആണ് PMC ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് എന്താണ് അവിടെ സ്കോപ്പ് ഫൈനലൈസ് ചെയ്തത് അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന മാനേജ്മെൻറ്റ് ഓഫ് ദ പ്രോജക്റ്റ് ആണ് അവിടെ വരുന്നത്. അത് ആ പറഞ്ഞ ക്ലാരിറ്റി ബിൽഡിംഗ് ഫോർ എക്സിക്യൂഷൻ അല്ലെങ്കിൽ സ്കോപ്പ് ക്ലാരിറ്റി ഫോർ എക്സിക്യൂഷൻ കൊണ്ടുവരുന്നതിൽ PMC പാർട്ടാവുന്നത് വളരെ വിരളമാണ്. അത് ഇനീഷ്യലി തന്നെ മാത്രമല്ല ഒരു PMCയുടെ അടുത്ത് അത് എക്സ്പെക്റ്റഡും അല്ല. പ്രോജക്റ്റ് ഉണ്ട്, ആർക്കിടെക്റ്റ് ഉണ്ട്, കോൺട്രാക്ടർ ഉണ്ട്, ഈ പ്രോജക്റ്റ് എനിക്ക് ഓടിച്ചു തരും. അങ്ങനെ വരുന്നൊരു രീതി, അങ്ങനെ വരുന്നൊരു പ്രോജക്റ്റിൽ എന്താണോ അതിൻ്റെ കൺസ്ട്രെയിൻസ് എന്നുള്ളത് മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് റൺ ചെയ്ത് അപ്പുറത്തെത്തിച്ച് കൊടുക്കുക എന്നുള്ളതാണ് PMCയുടെ ഉത്തരവാദിത്വം വരുന്നുള്ളൂ. അപ്പം പക്ഷെ നേരത്തെ പറഞ്ഞ സ്കോപ്പിൽ ക്ലാരിറ്റി കൊണ്ടുവരുന്ന, സ്കോപ്പിൽ ഡീറ്റെയിലിംഗ് കൊണ്ടുവരുന്ന, എന്താണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഫീസിബിലിറ്റി എന്ന് മനസ്സിലാക്കുന്ന ഈ പറഞ്ഞ എല്ലാ ആക്ടേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ആ വർക്ക് മുമ്പോട്ട് എടുക്കുന്ന ജോലി ഒരു പരിധി വരെ PMCയിൽ വരുന്നുള്ളൂ. അതാണ് മെയിനായിട്ട് വരുന്ന ഡിഫറൻസ്. പ്രോബബ്ലി ഒരു 60-65% PMC ഉണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ ഓണർഷിപ്പ് ഇഷ്യൂസ് സോൾവ് ആണ്. ഒരു പ്രോജക്റ്റ് പാർട്ണർഷിപ്പ് മോഡലിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഓണർഷിപ്പ് ഒരു 95% സോൾവ് ആണ്. കാരണം എന്താണോ കസ്റ്റമർക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി അത് ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് കസ്റ്റമർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആണെന്ന് ഉറപ്പുവരുത്താൻ പ്രൊജക്ട് പാർട്ണർ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കസ്റ്റമറുടെ കൂടെ തന്നെ നമ്മളുണ്ടാവും. അപ്പോൾ കസ്റ്റമർ പറയാൻ ഉദ്ദേശിച്ച സാധനം പറയുന്നുണ്ടെന്നുള്ളത്, അതേപോലെ തന്നെ കോൺട്രാക്ടറിന് ആ പറഞ്ഞ വർക്ക് ചെയ്യാനുള്ള സ്കില്ലുണ്ടെന്നുള്ളതും, എന്താണോ ആർക്കിടെക്റ്റ് പറയുന്ന ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഡിസൈൻ, ആ ഡിസൈനിൻ്റെ എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള സ്കോപ്പിൻ്റെ ഡീറ്റെയിലിങ്ങും അത് കൊണ്ടുവരുന്നതും പ്രൊജക്ട് പാർട്ണറാണ്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ ഫില്ലാവുന്നുണ്ട്. പിന്നെ അതിന് ശേഷം വൺസ് അതെല്ലാം ഫിക്സ്ഡ് ആയി കഴിഞ്ഞാൽ അത് പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു PMC റോളും കൂടി പ്രൊജക്ട് പാർട്ണർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യൽ കേസിൽ കസ്റ്റമറിന് വളരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും, അതേപോലെ തന്നെ ബഡ്ജറ്റിനുള്ളിൽ കസ്റ്റമറിൻ്റെ ബഡ്ജറ്റിനുള്ളിൽ എന്ത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ എന്തായിരിക്കും കോമ്പാറ്റബിൾ ആയിട്ട് കസ്റ്റമറിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കസ്റ്റമറായിട്ട് ഡിസ്കസ് ചെയ്ത് ആ ഡിസിഷൻ എടുക്കാൻ സപ്പോർട്ട് ചെയ്ത് എല്ലാം പ്രയോർ ആയിട്ട് ഡിസിഷൻസ് എടുത്ത് ആ ഒരു ഡിലേ പ്രോജക്റ്റിൽ ഉണ്ടാവാതെ മുമ്പോട്ട് എടുക്കാനായിട്ട് പ്രൊജക്ട് പാർട്ണറിന് സഹായിക്കാൻ പറ്റും. പക്ഷേ മറ്റേ ഒരു വീട് പണി അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് അറ്റ് ടൈംസ് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ടാണ് ഞാൻ 95 എന്ന് പറഞ്ഞത്. എന്തെങ്കിലും മാറ്റങ്ങൾ പിന്നീട് വരാം. അപ്പോൾ അതിനെ എങ്ങനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് അധികം ഡിലേ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഇല്ലാതെ മുമ്പോട്ട് എടുക്കാം, ഇതിൻ്റെ ഒരു ലെവൽ PMCയും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്കോപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ സ്കോപ്പിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിന് വൺസ് അതിനെ തിരിച്ച് ഫൈനലൈസ് ആയിക്കഴിഞ്ഞാൽ അതിനെ ആഡ് ചെയ്ത് തിരിച്ച് പ്രോജക്റ്റിനെ ബാക്ക് ടു ട്രാക്ക് അല്ലെങ്കിൽ ഉണ്ടായ ഇമ്പാക്റ്റുകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് പ്രൊജക്റ്റ് ഓടിച്ചു തുടങ്ങലായിരിക്കും PMC ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ ഒരു സ്കോപ്പ് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ പ്രോപ്പറായിട്ട് അസസ് ചെയ്ത് അത് കാരണം എന്ത് ഷെഡ്യൂൾ ഇമ്പാക്റ്റ് ഉണ്ടാവും, എന്ത് കോസ്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാവാം, ഇതെല്ലാം കസ്റ്റമറിന് മനസ്സിലാക്കി കൊടുത്ത് കസ്റ്റമറിനെ കൊണ്ട് ഡിസിഷൻ എടുപ്പിക്കുന്ന ജോലി ചെയ്യുന്ന PMCകൾ വളരെ വിരളമാണ്.
അങ്ങനെ ചെയ്യുന്നവരുണ്ടോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വളരെ കുറവായിരിക്കും. കാരണം പ്രൈമറി PMസിന്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം അതല്ല. അപ്പം ഇപ്പം നമ്മൾ 5 മോഡലുകൾ സംസാരിച്ചു. അതിൻ്റെ ഓരോ മോഡലിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ഉള്ള ട്രാപ്സും കാര്യങ്ങളെല്ലാം എല്ലാം ഡിസ്കസ് ചെയ്തു. പക്ഷേ ഈ സ്കോപ്പ് പുറത്തു പോകുന്നു മീൻസ് ആർക്കിടെക്റ്റും മീൻസ് കോൺട്രാക്ടറുമായിട്ടും ഉള്ളൊരു ഗ്യാപ്പും കാര്യങ്ങളും അതിലെല്ലാം ഫാക്ടേഴ്സാണ്. പക്ഷേ അതിന് പുറമെ ഏറ്റവും ഒരു മെയിൻ ഫാക്ടറാണല്ലോ കോസ്റ്റ് ബെയറിംഗ് മീൻസ് അത് എപ്പോഴും ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് ആ ഒരു കോസ്റ്റ് വരുന്നത്. അപ്പം സപ്പോസ് ഇപ്പം നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു 80 ലാക്സ് എടുത്തു. അതൊരു 5 മോഡലുകൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? മീൻസ് ആ ഒരു ഡിഫറൻസ് എന്തുവായിരിക്കും ആ ഒരു സെയിം കോസ്റ്റിന്? വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും കസ്റ്റമേഴ്സ് ഒരു ലോക്കൽ കോൺട്രാക്ടർ അല്ലെങ്കിൽ സേ ഒരു ഇതിനകത്തുള്ള ഏതെങ്കിലും മോഡൽ ചൂസ് ചെയ്യുന്നതിന് കോസ്റ്റ് ഒരു വലിയ ഫാക്ടറാണ്. പക്ഷേ തീർച്ചയായിട്ടും അതിനകത്ത് ആദ്യം പറഞ്ഞ കസ്റ്റമർ ഡയറക്റ്റ് ചെയ്യുന്ന മോഡലിൽ എങ്ങനെ പോയാലും കസ്റ്റമറിന് കോസ്റ്റ് കുറവായിരിക്കും. കാരണം വേറെ ആരുടെയും മാർജിൻസ് ഒന്നും അവിടെ കയറി വരുന്നില്ല. എല്ലാം കസ്റ്റമർ ഡയറക്റ്റ് ആയിരിക്കും ബൈ ചെയ്യുന്നത്. അപ്പോൾ ആ കസ്റ്റമറിന് സ്പെയർ ചെയ്യാൻ ആ സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മോഡലിൽ വീട് പണിത് കിട്ടും. അല്ലാതെ ലോക്കൽ കോൺട്രാക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനകത്ത് അതും ഒരു ലെവൽ ഓഫ് ഉത്തരവാദിത്വം അയാളെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അവർക്കൊരു മാർജിൻ വരുന്നുണ്ടാവും. അപ്പോൾ ഏറ്റവും കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഏറ്റവും നല്ല മോഡൽ എന്ന് പറയാവുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ ലോക്കൽ കോൺട്രാക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. മൂന്നാമത്തേത് ഈ പറഞ്ഞ പോലെ ആർക്കിടെക്ട് ലെഡ് മോഡൽ വരുന്നതിനകത്ത് ആ ഡിസൈൻ സോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീസ് ആർക്കിടെക്റ്റിന് വരുന്നുണ്ട്. കൂടാതെ അത് മുമ്പോട്ട് എടുക്കുന്നതിന് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ലോക്കൽ കോൺട്രാക്ടറിന് ഒരു മാർജിൻ വരുന്നുണ്ടാവും. അപ്പോൾ അതായിരിക്കാം ഏറ്റവും ഒരു മൂന്നാമത്തെ ലെവൽ നല്ലതെന്ന് പറയാവുന്ന ഇൻ റിഗാർഡ് ഓഫ് കോസ്റ്റ് വൈസ് പറയുമ്പോൾ. നാലാമത്തത് ഈ പറഞ്ഞതിനകത്ത് PMC വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കോസ്റ്റ് കൂടി കയറി വരുന്നുണ്ട്. അഞ്ചാമത്തെ മോഡലാണ് നമ്മൾ പറഞ്ഞ പ്രൊജക്ട് പാർട്ണർഷിപ്പ് മോഡൽ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ എല്ലാം ഇൻക്ലൂസീവ് ആയതുകൊണ്ട് അതിനകത്ത് ഒബ്വിയസ്ലി കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. പക്ഷേ ഇതെല്ലാം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ പറയുന്ന കോസ്റ്റുകളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കസ്റ്റമർ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് അത് ചിലപ്പോൾ ഇനീഷ്യൽ എത്ര ബഡ്ജറ്റ് വേണമെന്ന് കസ്റ്റമർ തീരുമാനിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് എനിക്ക് ഇത്ര രൂപയ്ക്കുള്ളിൽ ചെയ്ത് തീർക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനകത്ത് കസ്റ്റമറിനുണ്ടാകുന്ന ഒരു വൺ ഇയർ ലോങ് പീരീഡ് ആണെങ്കിൽ കസ്റ്റമർ ആ 1 ഇയർ ലോങ് പീരീഡ് എടുക്കുന്ന മെൻ്റൽ സ്ട്രെസ് ഉണ്ട്. അതിനുള്ള ഫിസിക്കൽ സ്ട്രെസ് ഉണ്ടാകും. അവരുടെ സമയത്തിൻ്റെ വിലയുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ അത് റീവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഡിലേയോ ഇതെല്ലാം അവിടെ ഫാക്ടർഡ് ആണെങ്കിൽ അതിനൊരു കോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ കോസ്റ്റിലേക്ക് പോകും. അതേപോലെ തന്നെ നമ്മൾ ലോക്കൽ കോൺട്രാക്ടർ ത്രൂ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഓണർഷിപ്പിൻ്റെ ഗ്യാപ്പ് ഞാൻ ഓരോ സ്ഥലത്തും പറഞ്ഞിരുന്നല്ലോ. ആ ഓണർഷിപ്പിൻ്റെ ഗ്യാപ്പ് കാരണം എന്തെങ്കിലും എസ്കലേഷൻസോ എന്തെങ്കിലും റീവർക്കുകളോ എന്തെങ്കിലും ഡിലേയോ കൊമേഴ്ഷ്യൽ ഇമ്പാക്റ്റോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി നമ്മൾ എഗ്രി ചെയ്യുന്ന ആ ഒരു എമൗണ്ട് നിൽക്കില്ല. അത് ഉറപ്പായിട്ടും എസ്കലേറ്റഡ് ആണ്. അത് എത്രത്തോളം എസ്കലേറ്റഡ് ആവും എന്നുള്ളത് നമുക്ക് വരുന്ന ഇമ്പാക്റ്റ് അനുസരിച്ച് പറയാൻ പറ്റുള്ളൂ. ഇത് ഓരോ ലെവൽ മുകളിലേക്ക് പോകുന്തോറും ആ എസ്കലേഷനുള്ള പോസിബിലിറ്റി കുറവാണ്. PMC മോഡലിലേക്ക് എത്തുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു 80% ഒക്കെ ആ എന്താണോ നമ്മൾ എഗ്രി ചെയ്തിരിക്കുന്ന കോസ്റ്റ് അതിൽ തന്നെ നിൽക്കും. പ്രൊജക്ട് പാർട്ണർഷിപ്പ് മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് 95% നിർത്താൻ പറ്റും. ഞാൻ 95% എന്ന് പറയാനുള്ള കാരണം അതിനകത്ത് ഈ പറഞ്ഞ മാർക്കറ്റിലുള്ള മെറ്റീരിയൽസിൻ്റെ ഫ്ലക്ച്വേഷൻസോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും ഇമ്പാക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം നമ്മുടെ കയ്യിലല്ല. പിന്നെ കൂടാതെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്യുന്നതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അത് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ 95 എന്ന് പറഞ്ഞത്. അതല്ലാതെ എന്താണോ നമ്മൾ എഗ്രി ചെയ്ത എമൗണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു 5% മാത്രമായിരിക്കും ഒരു പ്രൊജക്ട് പാർട്ണർഷിപ്പ് മോഡലിൽ മാക്സിമം നമുക്ക് കൂടാനുള്ള സാധ്യത. കാരണം ആ ഒരു എസ്കലേഷൻ വരാതിരിക്കാനായിട്ടാണ് ആദ്യം മുതലേ പ്രൊജക്ട് പാർട്ണർ വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് എന്താണോ എസ്കലേറ്റഡ് ആവാതിരിക്കാനായിട്ട് എപ്പോൾ എന്ത് വർക്ക് ചെയ്യണം, റീവർക്ക് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം, ഏത് ക്വാളിറ്റിയിൽ എന്ത് വർക്ക് ഡെലിവേർഡ് ആവണം, ഇതെല്ലാം മനസ്സിലാക്കി അത് കസ്റ്റമറുടെ അടുത്ത് നിന്ന് ബൈ ഇൻ എടുത്തിട്ടാണ് ഓരോ സ്റ്റേജിലും നമ്മൾ പ്രോജക്റ്റ് മുമ്പോട്ട് എടുക്കുന്നത്. സോ കോസ്റ്റ് എസ്കലേഷനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ആദ്യം പറയുന്ന ഒരു ലോ കോസ്റ്റ് അല്ലായിരിക്കും ഒരിക്കലും അതൊരു ഫൈനൽ എത്തുന്നത്. മീൻസ് ഓരോ മോഡലുകളുടെ കോസ്റ്റ് മാത്രമല്ലല്ലോ, മീൻസ് അവർ ഓണറിന് എന്ത് നൽകുന്നു,
മീൻസ് എന്തെങ്കിലും ഒരു അഡീഷൻ കാണുക. അത് എന്താണ്? ബേസിക്കലി ഈ നേരത്തെ പറഞ്ഞതിനകത്ത് ലോ കോസ്റ്റിൽ വീട് പണി തീർക്കുക എന്നുള്ള വാല്യൂ തന്നെയാണ് ഒരു ലോക്കൽ കോൺട്രാക്ടർ കൊടുക്കുന്നത്. അതിനകത്ത് കസ്റ്റമർക്ക് ഈ പറഞ്ഞ കോസ്റ്റ് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോംപ്രമൈസസ് ഉണ്ടാവും ആ ലോ കോസ്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട്. ആ നേരത്തെ പറഞ്ഞ എക്സ്പെക്ടേഷൻ ഡിഫറൻസസ് ഒക്കെ വരുമ്പോൾ ക്ലയൻറ്റിന് എന്ത് കോംപ്രമൈസസ് ഇല്ലെങ്കിൽ ആ പറഞ്ഞ ഒരു ലോ കോസ്റ്റിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ലോ കോസ്റ്റ് തപ്പിയാണ് പോകുന്നതെങ്കിൽ ലോക്കൽ കോൺട്രാക്ടർ എന്നുള്ള ഓപ്ഷൻ നല്ലതാണ്. പക്ഷേ ഉറപ്പായിട്ടും അവിടെ കോംപ്രമൈസസ് ഉണ്ടാവും. അത് എത്രത്തോളം ഓരോരുത്തർക്ക് ഓക്കെ ആണോ ഓക്കെ അല്ല അനുസരിച്ചിരിക്കും അതും അങ്ങനെ എടുക്കാൻ പറ്റുന്നത്. രണ്ടാമത്തേത് ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നത് ആർക്കിടെക്റ്റ് മോഡലിലൂടെ പോകുമ്പോഴാണ്. കാരണം മുമ്പോട്ട് പോകുന്തോറും ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഡിസൈനിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈനിലേക്ക് ഓരോ ലെവലിലും പോകണമെങ്കിൽ ഡിസൈൻ ഫ്രീസ് ചെയ്ത ഡിസൈനിൻ്റെ മാറ്റങ്ങൾ പിന്നീട് കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ ആർക്കിടെക്റ്റഡ് മോഡലാണ് ഏറ്റവും നല്ലത്. പക്ഷേ അതിപ്പോൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല, സ്റ്റിൽ നമ്മൾ കീപ്പിംഗ് ദ പ്രോജക്റ്റ് ഓപ്പൺ ടു ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആർക്കിടെക്ട് ഡിസൈൻ ആയിട്ടുള്ള മോഡലിലാണ്. പക്ഷേ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് അക്കൗണ്ടബിലിറ്റി, ഒരു ട്രൂ എൻഡ് ടു എൻഡ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഒരു ഫുൾ വിസിബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ്. ഇപ്പോൾ കസ്റ്റമർ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ട്രൂ വിസിബിലിറ്റി അല്ലെങ്കിൽ ഫുൾ വിസിബിലിറ്റി ഫോർ ദ എൻറ്റയർ പ്രോജക്റ്റ് എന്നുള്ളത് മുഴുവനായിട്ടും കിട്ടുന്നത് പ്രൊജക്ട് പാർട്ട്ണർഷിപ്പ് മോഡലിലായിരിക്കും. അതിൻ്റെ ഒരു അതേപോലത്തെ ഒരു വിസിബിലിറ്റി PMCക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ വിസിബിലിറ്റി ലോക്കൽ കോൺട്രാക്ടർ ലിമിറ്റഡ് ആയിരിക്കും. കാരണം അവർ അങ്ങനെ അത്രയും ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. ഒരു വർക്ക് മുമ്പോട്ട് എടുക്കുക എന്നുള്ളതായിരിക്കും അവർക്ക് ഉണ്ടാവുള്ളൂ. വിസിബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ് കൊണ്ടുവരിക എന്നുള്ളത് അവർ ആ ഒരു തോട്ട് പ്രോസസ് ഒന്നും ആയിരിക്കില്ല വർക്ക് ചെയ്യുക. ആർക്കിടെക്ട് അല്ലെങ്കിൽ ആർക്കിടെക്ട് ലീഡ് ചെയ്യുന്ന ഒരു എക്സിക്യൂഷൻ ആണെങ്കിലും അവർ സ്റ്റേജസിലായിരിക്കും ആ വിസിറ്റ്സ് എടുക്കുന്നതും ക്വാളിറ്റി ചെക്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തും വിസിബിലിറ്റി സ്റ്റേജ് വൈസ് ആയിരിക്കും, പാർഷ്യലായിരിക്കും. ഹൈ ലെവലിൽ അത് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് പ്രൊജക്ട് പാർട്ട്ണർഷിപ്പ് മോഡൽ തന്നെ. അപ്പോൾ ഇപ്പം നമ്മൾ കുറേ മോഡലുകളെ കുറിച്ച് സംസാരിച്ചു, കുറേ ടോപ്പിക്സ് ത്രൂ നമ്മൾ പോയി. മീൻസ് ലോ കോസ്റ്റ്, ഡിസൈൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതുപോലെ പ്രോജക്റ്റിൻ്റെ ഓവറോൾ വിസിബിലിറ്റി, പിന്നെ ഓണർഷിപ്പ്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരാൾ എങ്ങനെയായിരിക്കും, മീൻസ് ഏതെടുക്കണം എന്നൊരു ഡിസിഷനിൽ എങ്ങനെ എത്താം? നല്ല ചോദ്യമാണ്. ആക്ച്വലി വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു ഒരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്ലയൻറ്റ് ഓണസ്റ്റായിട്ട് സ്വയം ഒരു 3, 4, 5 ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഡിസിഷൻ എടുക്കാൻ എളുപ്പമായിരിക്കും. ബിക്കോസ് എൻ്റെ കയ്യിൽ വീട് പണിക്ക് വേണ്ടി മാറ്റി വെക്കാൻ ഒരു ഡെയിലി ബേസിസിൽ സമയമുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് വീട് പണിയെക്കുറിച്ച് എത്രത്തോളം നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് അതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറേ ഉത്തരങ്ങൾ കിട്ടും. രണ്ടാമത്തേത് എനിക്ക് ഡിസൈൻ സ്പെസിഫിക് ആയിട്ട് വളരെ ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു വീടാണോ പണിയേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഏത് മോഡലിൽ പോകണം എന്നുള്ളതിന് അവിടെ ഉത്തരവുണ്ട്. മൂന്നാമത്തേത് എനിക്ക് വീട് പണിത് കിട്ടണം, പക്ഷേ എനിക്ക് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയം എൻ്റെ കയ്യിലില്ല. അപ്പോൾ എന്നെ ആ ഒരു ജേർണിയിലൂടെ എന്നെ കൊണ്ടുപോയി എനിക്ക് ഒരുപാട് കൊമേഴ്ഷ്യൽ സർപ്രൈസസോ ഒന്നുമില്ലാതെ എനിക്ക് അതിൻ്റെ അപ്പുറത്ത് എത്താൻ പറ്റണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു 3, 4, 5 ചോദ്യങ്ങളിനുള്ളിൽ ഉത്തരമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാര്യം എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉള്ളൊരു കാര്യമാണ്, മീൻസ് ഒരു വീട് പണിയാൻ നേരത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന അത് ആർക്ക് കൊടുക്കണം, മീൻസ് മീൻസ് ഏത് ബിൽഡറിനെ സെലക്ട് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അതിലുപരി എപ്പോഴും നമ്മുടെ ഒരു ഫസ്റ്റ് ചോദ്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുന്നത് മീൻസ് എൻ്റെ വീട് പണിയുമ്പോൾ അത് ഏത് മോഡലിലായിരിക്കുമോ. മീൻസ് അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് സ്വയം ചോദിക്കാൻ കഴിയുന്ന രീതിയിൽ മീൻസ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും അങ്ങോട്ട് ഇതുപോലത്തെ കുറേ അധികം ടോപ്പിക്സുമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നതാണ്. അതുവരെ താങ്ക് യു.